60ഉം 70ഉം ആനപ്പെരുമാൾമാരൊക്കെ അംഗത്തിനിറങ്ങുന്ന കുന്നംകുളത്തെ മത്സരപൂരങ്ങൾക്കും കൊല്ലത്തെ ഉത്സവ കാഴ്ചകൾക്കുമിടയിൽ 10ഓ 15ഓ ആനക്കേമന്മാർ 8-9 നാളത്തേക്ക് ഒത്തുചേരുന്ന തുറവൂർ ദീപാവലി ഉത്സവത്തെ ആനപ്രേമികളുടെ സംഗമവേദിയാക്കി മാറ്റുന്നത് എന്തെന്ന് ചോദിച്ചാൽ അതിന് കാരണക്കാർ അവർ തന്നെ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ എണ്ണം പറഞ്ഞ ഗജരാജാക്കന്മാർ. പൂരനഗരിയിൽ നിന്നും കോട്ടയത്തു നിന്നുമൊക്കെയുള്ള ആനപ്രജാപതികൾക്കൊപ്പം മാറ്റുരയ്ക്കാനെത്തുന്ന തിരുവിതാംകൂർ വീരകേസരികളുടെ അപൂർവ സാന്നിധ്യവും വടക്കന്മാരുമായുള്ള അവരുടെ കിടപിടിക്കലും തന്നെയാവും തുറവൂർ ദീപാവലിയെ ഏറ്റവും ശ്രദ്ധേയമാക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഇത്രയധികം ഗജവീരന്മാരെ ആനമലയാളത്തിലെ അതികായന്മാർക്കൊപ്പം കാണാനും താരതമ്യം ചെയ്യുവാനും അവസരം കിട്ടുന്ന ഒരാഘോഷം തുറവൂർ ഉത്സവം പോലെ മറ്റൊന്നുണ്ടാവുമോ എന്നത് സംശയമാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ ഒത്തുചേരൽ മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങളെല്ലാം ഒന്നുചേരുന്ന ഒരു മൾട്ടി സ്റ്റാർ സിനിമ പോലെ ജനക്കൂട്ടത്തിന് രസക്കൂട്ടുകളുടെ അനിർവചനീയമായ നിമിഷങ്ങൾ സമ്മാനിക്കുകയും ചെയ്യും. വലിയ കേശവനും പാമ്പാടിയും നേർക്കുനേർ നിന്നാൽ എങ്ങനെയുണ്ടാവും? തൃക്കടവൂരും മംഗലാംകുന്ന് കർണനും തല പിടിച്ചു നിന്നാൽ ആർക്കാവും കേമത്തം? എഴുത്തച്ഛൻ ശ്രീനിവാസൻ്റെ ചെവിയും തിരുനക്കര ശിവൻ്റെ ചെവിയും ഒന്ന് അളന്നു കുറിച്ചെടുത്താൽ ആരാവും മേൽക്കൈ നേടുക? ഇത്തരം ഒത്തിരി ചോദ്യങ്ങളും മനസ്സിലിട്ട് വാറ്റിക്കൊണ്ടാവും ഒട്ടേറെ ആനക്കമ്പക്കാർ ഈ ഉത്സവ നഗരിയിൽ സമ്മേളിക്കുന്നത്. ചില നേരങ്ങളിൽ ഓരോരോ താരങ്ങളുടെ ആരാധകർ തമ്മിൽ വാക്കുതർക്കവും വെറ്റുവയ്ക്കലുമൊക്കെ അരങ്ങേറിയെന്നും വരും. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്ഷേത്രാചാരങ്ങൾ ഗുരുവായൂർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചിറ്റോട് ചെയ്യുന്ന ഒരു അമ്പലമാണ്. അതുകൊണ്ട് തന്നെ ക്ഷേത്ര കലകൾക്കും ക്ഷേത്ര ചടങ്ങുകൾക്കും വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എഴുന്നള്ളത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ കാശ് മുടക്കി, ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചിലവ് വരുന്ന എഴുന്നള്ളത്തിനാണ്. ഏറ്റവും കൂടുതൽ കാശ് മുടക്കി കേരളത്തിലെ ഏറ്റവും നല്ല ഗജവീരന്മാരെ കൊണ്ടുവന്നിട്ട് ആണ് ഇവിടെ എഴുന്നള്ളത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാനദണ്ഡം ഞങ്ങൾ മാനദണ്ഡം നോക്കുന്നത് ഏറ്റവും നല്ല ആന, പിന്നെ അത് കേരളത്തിലെ നമ്പർ 1 ആനകൾ തന്നെ കിട്ടുന്നുണ്ട്. പത്മനാഭന് വേണ്ടി ട്രൈ ചെയ്തിരുന്നു, പത്മനാഭനെ പുറത്തു വിടുന്നില്ല. തെച്ചിക്കോട് രാമേന്ദ്രനാണെന്നുണ്ടെങ്കിൽ പിന്നെ നീര്. പിന്നീട് ലഭ്യമായ എല്ലാ ആനകളെയും ഞങ്ങളിവിടെ എത്തിച്ചിട്ടുണ്ട്. ഈ മാനദണ്ഡമാണ് ഞങ്ങൾ മെയിനായിട്ട് നോക്കുന്നത്. നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത് നിലവിലുണ്ടായിരുന്നതിൽ ഏറ്റവും നിലവുള്ള ആന പേരാമംഗല ആനയാണ്. ഇപ്പോൾ പേരാമംഗല ആന കഴിഞ്ഞ് കഴിഞ്ഞാൽ അളവിൽ കുറവാണെങ്കിലും നിലവിൽ ഏറ്റവും കൂടുതലുള്ളത് ശിവരാജയാണ്. ഈ ഉത്സവത്തിൽ സംശയലേശം തന്നെ എല്ലാവരും പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നതാണ്. ഒത്തിരി ആൾക്കാരും അതനുസരിച്ച് അതിനെ ദേവസ്വം ബോർഡുമായിട്ട് ചോദിക്കുന്നുണ്ട്. ഈ ഇപ്പോഴത്തെ നിലവിലെ നിയമം അനുസരിച്ച് പലർക്കും ചെയ്യാൻ സാധിക്കുന്നില്ല. ഡിപ്പാർട്ട്മെൻറ്റ് പ്രോഗ്രാം തന്നെ ഒത്തിരി ഉണ്ടെന്നുള്ളതാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ പോലും അറിയാൻ സാധിച്ചത്. തുറവൂർക്ക് പോലും കൊണ്ടുവരാൻ നമ്മൾ ഒത്തിരി പാടുപെട്ടിട്ടുണ്ട്. കാരണം ആന അവിടെ ഒഴിവ് നിൽക്കുകയാണ്. എങ്കിൽ പോലും അതിനിവിടെ കൊണ്ടുവരാനായിട്ട് വളരെയധികം ക്ലേശം സഹിക്കേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്.